ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. ഇന്നലത്തേനൊക്കെ അപേക്ഷിച്ച് ഇന്ന് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ ഇരുടൊക്കെ മൂടിക്കിടക്കുന്ന പോലെയാണ്. അങ്ങനെ ഞാൻ എണീറ്റ് പാടെ തന്നെ അകോ അടിച്ചു വാരിയിട്ട് ചന്ദനത്തിന് മറ്റേ സ്റ്റിക്ക് കത്തിച്ചേക്കാൻ വിചാരിച്ചു. അകത്തൊക്കെ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് ഈർപ്പത്തിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ഈ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കത്തിച്ച് വയ്ക്കാൻ വിചാരിച്ചു. അകത്തേക്കൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ട്. തുണി വെയിൽ കൊണ്ട് ഉണങ്ങുന്നതും ഇങ്ങനെ ഉണങ്ങുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല തുണിക്കൊക്കെ നല്ല സ്മെല്ലുണ്ട്. ഏട്ടൻ്റെ വൈറ്റ് കളർ ബനിയനൊക്കെ ഡെയിലി ഏട്ടനെ ഓഫീസിൽ പോയാൽ രാവിലെ തൊട്ട് ഉച്ചവരെ യൂണിഫോമും, ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു വൈറ്റ് ബനിയനും അതേപോലെ യൂണിഫോമിൻ്റെ പാൻറ്റുമാണ് ഇടുക. അപ്പോൾ ഈ ഒരു വൈറ്റ് ബനിയനൊക്കെ ഇല്ലേ ഉണങ്ങായിട്ട് ഉണങ്ങുന്നുണ്ട്, പക്ഷേങ്കിൽ വെയിലത്ത് ഇടാണ്ടല്ലേ ഉണങ്ങുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര ഒരു സ്മെല്ല്. ഞാൻ കംഫർട്ടൊക്കെ മുക്കിയിട്ടുണ്ട്, എന്നാലും ഒരു മണം. അപ്പം ഞാൻ വിചാരിച്ചു അകമൊക്കെ അടിച്ച് വാരിയിട്ട് ചന്ദനത്തിരിയും സ്റ്റിക്കും ഒക്കെ കത്തിച്ച് വയ്ക്കാമെന്ന്. ഏട്ടനും നച്ചുമൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ നച്ചുവിനെ പല്ല് തേപ്പിക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഇവിടെ ഒത്തിരി സ്ഥലത്ത് വെള്ളമൊക്കെ കയറിയിട്ട് ഒരുപാട് പേര് ഈ നച്ചുവിൻ്റെ സ്കൂളുണ്ടല്ലോ, സ്കൂളിൻ്റെ അവിടെ ഷെൽട്ടറിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അതിലൊരു ഗർഭിണി ഉണ്ട് കേട്ടോ. അവർക്ക് ഇന്ന് ഞാൻ നച്ചുവിനെ സ്കൂളിൽ വിളിക്കാൻ പോയപ്പം ഡെലിവറി പെയിന് വന്നിട്ട് ആംബുലൻസിലൊക്കെ കൊണ്ടുവന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഒരു 3-4 ദിവസം അടുപ്പിച്ചൊന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം വെള്ളം കയറും. പിന്നെ ഒത്തിരി പേര് റോഡ് സൈഡിലും റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊക്കെ കട്ടിലൊക്കെ ഇട്ടിട്ട് കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ ഒരു മഴയത്തൊക്കെ അവരെവിടെ പോകുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കും. ഞാനിങ്ങനെ രാത്രിയൊക്കെ ഏട്ടൻ്റെ കൂടെ എവിടെയും പോകുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന പോലെ കുറേ സമയം ഇങ്ങനെ നോക്കി വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ബാക്കിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ കാണും. പിന്നെ ഇവിടെ വലിയ മേൽപ്പാലത്തിൻ്റെ അടിയിലൊക്കെ അവിടെ ഒന്നും മഴ കൊള്ളില്ലെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഒത്തിരി പേര് കിടന്നുറങ്ങുന്നുണ്ട്. കട്ടിലും കൊതുക് വലയും ഒക്കെ വെച്ചിട്ട് ഈ ഒരു മഴയത്തൊക്കെ അവർ എങ്ങോട്ട് പോകുന്നറിയത്തില്ല. അങ്ങനെ എൻ്റെ ചന്ദനത്തിരി കത്തിക്കലും ഒക്കെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ഇഡ്ഡലീൻ്റെ മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ 2 ദിവസത്തേക്ക് ആക്കിയതാണ്. വെള്ളി അവിലില്ലാത്തതിനെ കൊണ്ടില്ലേ, അമ്മ നാട്ടിൽ നിന്ന് വരുമ്പം മറ്റേ നമ്മുടെ നാട്ടിലത്തെ അവിലില്ലേ, തവിടൊക്കെ ഉള്ള അവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അവിലിട്ടിട്ടാണ് ഈ ഒരു ഇഡ്ഡലീൻ്റെ മാവ് അരച്ച് വെച്ചത്. നല്ല ഇഡ്ഡലി, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അവിലൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ദോശ ഉണ്ടാക്കാം. പിന്നെ വിചാരിച്ചു നച്ച് ഇഡ്ഡലി ആണെങ്കിൽ കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡ്ഡലി ആക്കാമെന്ന്. അപ്പോൾ ദോശേൻ്റെ പാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് ഇഡ്ഡലീൻ്റെ പാത്രം എടുത്ത് വെച്ചു കേട്ടോ, ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ മാസം 2-ാം തീയതി നാട്ടിലേക്ക് പോവുകയാണേ. പിന്നെ ഒരു മാസത്തെ ലീവ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ഏട്ടന് 30-ാം തീയതി പോകണമെന്നായിരുന്നു വിചാരിച്ചത്. 30-ാം തീയതി നോക്കുമ്പോൾ ഏട്ടന് ഫയറിങ്ങിന് പോകാനുണ്ട്. അപ്പം ഇപ്പം പോയിട്ടില്ലെങ്കിൽ പിന്നെ ഏട്ടൻ വന്നിട്ട് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ലീവിന് പോകാൻ വിചാരിച്ചു. അങ്ങനെ നച്ചുവിന് കുറച്ച് റാഗി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ റാഗി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇന്നലെ കുതിർത്ത് വെച്ചത്, ഇന്നലെ ഏട്ടന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മിക്സീൻ്റെ ജാറ് എന്തോ അറിയില്ല, ബ്ലേഡ് ഇളകിപ്പോയി. അപ്പോൾ ഏട്ടൻ വന്നിട്ട് അത് നന്നാക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. താഴെ എവിടെയും ഉണ്ട് നന്നാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് നന്നാക്കാൻ കൊണ്ടുപോയപ്പം ഈ ഒരു ജാറ് നന്നാക്കാൻ അവർ 200 രൂപയാണ് പറഞ്ഞത്. അപ്പം അവിടെ തന്നെ 210 രൂപയ്ക്ക് പുതിയ ജാറ് കിട്ടുമായിരുന്നേ. പക്ഷേങ്കിൽ മറ്റേ ജാറ് ഒറിജിനൽ ജാറാണ്. അപ്പോൾ ഏട്ടൻ നന്നാക്കാണ്ട് ഒരു ജാറും വാങ്ങിച്ചു വന്നു. അപ്പോൾ അതിൽ അറിയൂല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. നാട്ടിലെ അമ്മയ്ക്ക് വീട്ടിലെ മിക്സീൻ്റെ ജാറൊക്കെ ചീത്തയായിപ്പോയപ്പം അമ്മ പുതിയൊരു ജാറ് വാങ്ങിയിട്ടില്ലേ, ഒട്ടും തന്നെ അറിയുന്നുണ്ടാവില്ല. പക്ഷേങ്കിൽ ഇത് നല്ല ജാറാണ് കേട്ടോ, നല്ല രീതിക്ക് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇഡ്ഡലീൻ്റെ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നച്ചുവിനെ ഞാൻ തന്നെ പല്ല് തേപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ തന്നെ കുളിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ചില ദിവസം അങ്ങനത്തെ ചില വാശികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഏട്ടനുണ്ട് എന്നെ ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇത് ഒഴിച്ചിട്ട് അവളെ പോയിട്ട് കുളിപ്പിച്ച് കൊടുക്കാൻ വിചാരിച്ചു. നച്ചുവിന് ഇഡ്ഡലിയും അതേപോലെ തന്നെ ഇന്നലെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചോളം സ്വീറ്റ് കോണാണ് വാങ്ങിയത്. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ബദാമൊക്കെ ഇട്ടിട്ട് കൊടുക്കുക വിചാരിച്ചു. മഴയായതിനെ കൊണ്ടില്ലേ അവക്കും പോവാനൊക്കെ ഭയങ്കര മടി, കിടന്നുറങ്ങാനാണെന്ന് തോന്നണു. രാവിലെ വിളിച്ചിട്ടൊന്നും എണീക്കുന്നില്ല. രാവിലെ തന്നെ കുളിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. എന്നാലും അങ്ങനെ. അപ്പം ഞാൻ ഈ ഒരു കോണും കൂടെ ഒന്ന് കുക്കറിലിട്ടിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോഴത്തെ സമയം വേഗം പോകുന്നുണ്ട്. ഇനി ഇവളെ ആക്കി വന്നിട്ട് വേണം ഏട്ടന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഏട്ടന് ചോറും ഒക്കെ കൊടുത്തു വിടണം. പിന്നെ എനിക്ക് ഒത്തിരി കൊറിയർ വന്നിട്ടുണ്ട്, അതൊക്കെ വീഡിയോ എടുക്കാനുമുണ്ട്.
എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം കൊണ്ടാണോ ഫോൺ വാങ്ങിച്ചത്? യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം കൊണ്ടല്ല. യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടിയിട്ടില്ല. ഈ മാസം കിട്ടും. കഴിഞ്ഞ മാസത്തെ ഈ മാസം അങ്ങനെ അക്കൗണ്ടിലേക്ക് അവർ അയച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. എനിക്ക് ഈ മാസമാണ് കേട്ടോ കിട്ടി തുടങ്ങുന്നത്. മറ്റത് ഞാൻ അല്ലാണ്ട് വീട്ടിലെങ്കിൽ അതിലൂടെ വർക്ക് ചെയ്തിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് വാങ്ങിച്ചതല്ല, അതിൻ്റെ ഒരു 3/4 പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2-3 മാസം നമ്മൾ ഇങ്ങനെ EMI ആയിട്ട് അടച്ചു കൊടുക്കണം. അങ്ങനെ ഞാനിതാ എനിക്ക് ഇതൊക്കെ പോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്കറിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്ന വരെ ഒന്ന് വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഉണ്ട് ഞങ്ങളെ കാത്തിക്കുന്ന കൊട്ടിയൂർ പോകാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു കൊട്ടിയൂരേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാടുണ്ട്, എൻ്റെ വീട് കോഴിക്കോടാണല്ലോ. അപ്പോൾ 30-ാം തീയതി വരെയാണ് പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ, 4-ാം തീയതി വരെ എങ്ങാണ്ടാണ് ആണുങ്ങൾക്ക് പോകാൻ പറ്റുക അമ്മ പറഞ്ഞത്. പക്ഷേങ്കിൽ ഞങ്ങൾ 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് എടുത്തൂല. അച്ഛനാണെങ്കിൽ നമ്മൾ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും അവർ 2-ാം തീയതിയൊക്കെ വരുമായിരിക്കുമല്ലോ, എന്നിട്ട് ഞാനും അമ്മയും പുറത്ത് നിന്നോ, അവർ തൊഴുതിട്ട് വരും, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാൻ വേണ്ട, അമ്മ പോയിക്കോ, ആരെങ്കിലും വീട്ടിൻ്റെ അടുത്തൊക്കെ ആരെങ്കിലും പോകുന്നുണ്ട്, അമ്മ പോയിക്കോ, ഞങ്ങളത് അറിയില്ലല്ലോ, ട്രെയിനിൻ്റെ ടിക്കറ്റൊന്നും ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല, അതൊക്കെ ബുക്ക് ചെയ്തൊക്കെ കിട്ടണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊട്ടിയൂർ കല്യാണം കഴിഞ്ഞേരം പോയിട്ടില്ല. കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പേ അമ്മമ്മേൻ്റെ കൂടെ എത്താൻ എങ്ങാണ്ട് പോയതാണ്. വീട്ടിൻ്റെ അടുക്ക് എല്ലാവരും ഒരു ബസ്സിന് ഇങ്ങനെ വീട്ടിൻ്റെ അടുക്കുള്ള ഒത്തിരി പേര് പോകുമ്പം അവരെ കൂടെ പോയതാണ്. അമ്മ എല്ലാ കൊല്ലവും പോകലുണ്ട്, എൻ്റെ അമ്മ എല്ലാ കൊല്ലവും പോകലുണ്ട് കുടുംബശ്രീ എന്നൊക്കെ. പക്ഷേങ്കിൽ ഈ കൊല്ലം പോയിട്ടില്ല. എല്ലാ കൊല്ലവും പോയി എല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെ നമുക്ക് വന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ പോയിട്ടില്ല. അങ്ങനെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്നലെ തേങ്ങേൻ്റെ ചട്നിയായിരുന്നു, അപ്പോൾ ഇന്ന് തക്കാളി ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന് കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉഴുന്നിട്ടിട്ടുണ്ട് കേട്ടോ, ഉഴുന്നിട്ടാൽ നല്ല രസമായിരിക്കും. എന്നിട്ട് ഇതൊന്ന് തണിഞ്ഞിട്ടൊന്ന് അരച്ചെടുക്കണം. നച്ചൂന് ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. രാവിലെ യൂണിഫോമൊക്കെ ഇടുമ്പോൾ ഒരു ചിണുങ്ങലൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ, അവളങ്ങ് പോയിക്കോളും. ടീച്ചറിനെ അവൾക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണോ എന്നറിയില്ല. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഇഡ്ഡലിക്ക് മറ്റേ കളർ അവിലായതിനെ കൊണ്ട് കളറിൽ മാറ്റമൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചുമ്മാ അങ്ങനെ കറിയൊന്നും ഇല്ലാണ്ടും തിന്നാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഞാൻ റാഗി അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കറി വയ്ക്കാൻ മുരിങ്ങാക്കായ് കുറേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഏട്ടൻ 2 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് മുരിങ്ങാക്കായ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മുരിങ്ങാക്കായും തക്കാളിയും കറി വയ്ക്കുക. പിന്നെ കോവയ്ക്കേൻ്റെ അടിപൊളിയൊരു സംഭവം ഉണ്ടാക്കാമെന്ന്. കോവയ്ക്ക ഞാൻ മറ്റേ ഉള്ളി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഉണ്ടാക്കലില്ലേ, അതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ടാക്കുക വിചാരിച്ചു. കോവയ്ക്ക് ഇഷ്ടമല്ലാത്ത പോലും കഴിച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെ എനിക്ക് ആദ്യം കോവയ്ക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കോവയ്ക്ക ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കും. അങ്ങനെ ഇതിവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഇതൊന്ന് തണിഞ്ഞിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി, നച്ചു സ്കൂളിൽ പോയി. അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് തന്നെ 8:30 ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം തേങ്ങയൊക്കെ ചിരവി കറിക്ക് വേണ്ടിയിട്ട്, മുരിങ്ങക്കായൻ്റെ കറിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു ചമ്മന്തി ആക്കാൻ വിചാരിച്ചു, പിന്നെ ഒരു ഉപ്പേരി ആക്കാൻ വിചാരിച്ചു. കൂടുതലായിട്ട് വേറൊന്നും എനിക്ക് ആക്കാൻ കഴിയില്ല. അപ്പം തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉള്ളിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് മുരിങ്ങക്കായും പരിപ്പും തക്കാളിയും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അത് ഈ മസൂർ ദാലായതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ട് ഒരു വിസിൽ മതിയാവും. ഒരു വിസിൽ മുരിങ്ങക്കായ് ചെറിയ ഇളയം കുരുന്ന് മുരിങ്ങക്കായതിനെ കൊണ്ട് അതിനും ഒരു വിസിൽ മതിയാവും. പിന്നെ ഞാൻ കോവയ്ക്കാണ് എടുത്തത്. കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട്, നമ്മുടെ ഇളയ കോവയ്ക്കാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അത് പക്ഷേ കുറച്ച് പഴുക്കാനായിട്ടുള്ള കോവയ്ക്കാണ്, നല്ലോണം മൂത്തിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുള്ള, രണ്ടും കൂടെ മിക്സ് ആയിട്ടാണുള്ളത്. ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. വലിയതാണെങ്കിൽ ഒരു 3-4 കഷ്ണമൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ചെറുതാണെങ്കിൽ 2 കഷ്ണമാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് 1-2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് തേങ്ങ അരയുന്ന പോലെ ഒന്നും അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരൊറ്റ
ഒറ്റൊത്തിരി മാത്രം മതി കേട്ടോ. അതി കരഞ്ഞു പോയാൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വലിയ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ രീതിയിലൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും പിന്നെ നമ്മുടെ ചുവപ്പും മുളക് പൊടിയില്ലേ, മുളക് പൊടി ഒരു 1/2 സ്പൂൺ അളവിൽ അതും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. മുളക് പൊടിയും കൂടെ കൂട്ടിയിട്ട് ജീരകവും മുളക് പൊടിയും അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി വേണ്ടി വരും. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഈ മുളക് പൊടിയൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലത്തെ ഇടികല്ലുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് കുത്തിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. മിക്സിൻ്റെ ജാറിലിടണ്ട, അപ്പോൾ നല്ലപോലെ അങ്ങ് അരഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇതേ രീതിക്ക് ആക്കിയാൽ മതി. എന്നിട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അതിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നല്ല രസമാണ് കോവയ്ക്ക ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, അത് കറിക്കും കൂടെ വറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. അപ്പം കറിക്ക് കുറച്ച് ചെറിയുള്ളി മുറിച്ചിട്ടിട്ട് വറവിടാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെറിയുള്ളിയും അതേപോലെ തന്നെ കടുകും കൂടെ വെച്ചിട്ടുള്ള വറവ്, അങ്ങനെ വറവിടാൻ വിചാരിച്ചു. അങ്ങനെ വറവിട്ടാൽ നല്ല രസമായിരിക്കും കറിക്ക്. കറിവേപ്പില ഞാൻ ആദ്യം കറിയിലിട്ടതിനെ കൊണ്ട് ഇങ്ങനെ വറവ് ചെയ്യുന്നതിൻ്റെ അകത്ത് കറിവേപ്പില ഇടുന്നില്ല. അത് എന്നിട്ട് കോരി കറിയിലേക്ക് ഒഴിച്ചു. ഉള്ളി മൊത്തത്തിൽ കറീനകത്തേക്ക് അങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. ബാക്കി വെളിച്ചെണ്ണയും കുറച്ച് കടുകും പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു കോവയ്ക്കേൻ്റെ തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ തോരൻ എന്നൊന്നും പറയില്ല, എന്തുണ്ടാക്കിയാലും ഉപ്പേരി എന്നാണ് പറയുക. അപ്പം ഞാൻ കണ്ണൂർ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ വറവ് എന്ന് പറയും, എൻ്റെ വീട്ടിൽ അങ്ങോട്ടാണെങ്കിൽ ഉപ്പേരി പറയും. അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഈ ഒരു ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ജീരകവും മുളകൊക്കെ കൂട്ടിയിട്ടുള്ള സംഭവം കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ അടച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് വേണ്ടി. ഇത് ഇങ്ങനെ ചതയ്ക്കുക. ഈ ഇത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തുള്ളി വെള്ളം ചേർക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തീരെ വെള്ളം ചേർക്കണ്ട. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയെന്ന് തോന്നുമ്പം അതിൻ്റെ അകത്തേക്കായിട്ട് ഒരു വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തേങ്ങ അങ്ങനത്തെ ഒന്നും ഇടണ്ട, ഇത്രയും സാധനം മതി. നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്താൽ നല്ല രസമായിരിക്കും കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതും ചമ്മന്തി മാത്രം മതി നമുക്ക് കുറേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഞാൻ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് വാടുന്ന സമയം മാത്രം മതി. നല്ല രസമാണ് കേട്ടോ. ചില കോവയ്ക്കയില്ലേ അങ്ങനെ പൊടിഞ്ഞു വന്നിട്ടില്ല കേട്ടോ, അതിങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ചിലത് മാത്രം. ബാക്കിയൊക്കെ നല്ലോണം പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. നമുക്കത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കോവയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കും. ചപ്പാത്തിൻ്റെ കൂടെ തക്കാളി മുളകിടും. പിന്നെ ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അടുക്കളയെ ഒത്തിരി പാത്രങ്ങളൊക്കെ ഞാനില്ലേ അന്നേരം കഴുകിയിട്ട് പാത്രമൊന്നും കഴുകാനില്ല. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ തേങ്ങയും അതേപോലെ തന്നെ കടുകൊക്കെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ തെറിച്ചതൊക്കെ ഉണ്ട്. പിന്നെ മിക്സീൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ വന്നത് അതൊക്കെ ഉണ്ട്. അപ്പോൾ മിക്സിയൊക്കെ തുടച്ച് ഞാൻ താഴെ വെച്ചു. ഇനിയിപ്പം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റണം. പിന്നെ ഏട്ടന് ചോറ് എടുത്ത് വെക്കണം. ഏട്ടന് ചോറും കൊടുക്കണം. അതുവഴി അച്ഛനെ വിളിക്കാൻ പോകാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് ചെറുപയർ ബാക്കിയുണ്ടായിരുന്നേ, അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മുളപ്പിക്കാമെന്ന്. നച്ചൂന് മുളപ്പിച്ച ചെറുപയറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചെറുപയർ ഇന്നലെ രാത്രി ഞങ്ങൾ ഇന്നലെ രാത്രി കഞ്ഞി വെച്ചപ്പോൾ എടുത്ത ചെറുപയറാണ് കേട്ടോ. അതിൽ ബാക്കി ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചതായിരുന്നേ. അങ്ങനെ എൻ്റെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സിങ്കിൻ്റെ അവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. പൈപ്പ് പൊട്ടിപ്പോയിട്ട് ഏട്ടൻ പുതിയ പൈപ്പ് വാങ്ങിയിട്ടതാണ് കേട്ടോ. പൈപ്പ് നിൽക്കുന്നില്ല, വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലീവിന് പോയി കയറുന്ന സമയത്ത് എങ്ങാനും സിങ്കറ്റാൻ ബ്ലോക്കായി കഴിഞ്ഞാൽ അകത്ത് നമ്മൾ വരുമ്പോഴേക്കും മൊത്തം കുളമായിരിക്കും. അപ്പോൾ ഏട്ടൻ വേഗം പോയിട്ട് പൈപ്പൊക്കെ മാറ്റിയിട്ട് അവർ മാറ്റിത്തരും. പക്ഷേങ്കിൽ നമ്മൾ വിളിക്കാനൊന്നും നിന്നിട്ടില്ല, ഏട്ടൻ തന്നെ പോയിട്ട് മാറ്റി. അങ്ങനെ
എനിക്കിപ്പം നമ്മുടെ ഓണം അടുത്തോ ഓണം അടുത്തെന്ന് തോന്നണം. എനിക്ക് കേരള സെറ്റ് സാരീൻ്റെ ഒക്കെ ഇത് വന്നിട്ടുണ്ട്, എന്താണെന്നറിയോ, കൊളാബ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർ നമുക്ക് സാരി അയച്ചു തരും, എന്നിട്ട് നമ്മൾ കൊളാബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസൊക്കെ അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് പിന്നെ ഇതൊക്കെ എനിക്ക് അങ്ങനെ കിട്ടലുണ്ട്. പിന്നെ ഒത്തിരി ലിപ്സ്റ്റിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒത്തിരി ലിപ്സ്റ്റിക്ക് ഉണ്ട്. ഞാനാണെങ്കിൽ അങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യില്ല. അപ്പം ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വല്ല ഗീവ് ഒക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കണം. എന്തിനാ ഇത്രയൊക്കെ ലിപ്സ്റ്റിക്ക്, എനിക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റാതെ ആയിപ്പോവും. അങ്ങനെ എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാറ്റിയിട്ട് വേഗം ഏട്ടന് ചോറും കൊടുത്ത് നച്ചുവിനെ വിളിക്കാൻ വിചാരിച്ചു. ഇപ്പം തന്നെ സമയം ഒരു 11:15 ആയിട്ടുണ്ട്. ഞാൻ താഴെ എത്തി ഇതവരെ കൈ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ സമയം ഒത്തിരി. ഇപ്പം നച്ചുവിൻ്റെ സ്കൂളിലേക്ക് ഗേറ്റിൻ്റെ റോട്ടിൻ്റെ സൈഡ് ആടെയായിട്ടൊരു ഗേറ്റ് ഉണ്ട്, പിന്നെ ഉള്ളിലൊരു ഗേറ്റ് ഉണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ ഉള്ളിലെ ഗേറ്റിൽ അവിടം വരെ നിർത്തുമായിരുന്നു. ഇപ്പം പക്ഷേങ്കിൽ റോട്ടുമ്മ തന്നെയാണ് നിൽപ്പിക്കുന്നത്. അങ്ങോട്ടേക്ക് അവർ കുട്ടികളെ കൊണ്ടുത്തരും, എന്നിട്ട് നമ്മൾ വിളിച്ച് വരിക. അങ്ങനെ ചോറൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. ഇന്ന് നച്ചുവിന് സ്കൂളിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ ഇത്. 2 ടെൻഡർ കോക്കനട്ട് വാട്ടറും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ടായിരുന്നു 2 എണ്ണം. പിന്നെ ഒരു വലിയൊരു ബോട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുള്ള. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ടീച്ചർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്, എന്തോ ഗിഫ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാവേ. താങ്ക് യു. ഇത് തിന്നുന്നല്ല മോളെ, ഇത് കറിയിലൊക്കെ ഒഴിക്കുന്നതാ.